നമസ്കാരം. വയനാട് ടൗൺഷിപ്പിൽ മമ്മൂട്ടി ഒന്ന് സൈഡായപ്പോൾ ആവേശമൂത്ത് മമ്മൂട്ടിയെ റോസ്റ്റ് ചെയ്യാനിറങ്ങിയ സൈബർ സഖകൾ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാരെ തന്നെ നോക്കി അന്തം വിട്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ മെഗാസ്റ്റാർ മമ്മൂട്ടി നടത്തിയ ഒരു പരാമർശം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലും സോഷ്യൽ മീഡിയയിലും വലിയൊരു ആഭ്യന്തര യുദ്ധത്തിന് വഴിയിട്ടിരിക്കുകയാണ്. മമ്മൂട്ടിയെ കടന്നാക്രമിച്ച സ്വന്തം അണികളെ തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് രംഗത്തെത്തി മാപ്പ് പറഞ്ഞതാണ് ഇപ്പോൾ CPM-നുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുന്നത്. സംഭവം ഇതാണ്: വയനാട് ടൗൺഷിപ്പ് കാണാൻ പോയ മമ്മൂട്ടിക്കൊപ്പം ഒട്ടിനിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ജില്ലാ സെക്രട്ടറി K റഫീഖിനോട് മമ്മൂട്ടി ഒന്ന് മെല്ലെ പറഞ്ഞു. എപ്പോഴും ഇങ്ങനെ കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ടാകും. സംഗതി ക്യാമറയിൽ പതിഞ്ഞു, സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഉടനെ വന്നു സൈബർ വിങ്ങിന്റെ വക മമ്മൂട്ടിക്ക് നല്ല ഒന്നാന്തരം പൊങ്കാല. മമ്മൂട്ടിക്ക് വിനയമില്ല, അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകളുടെ പ്രവാഹം. എന്നാൽ കഥയിൽ ഒരു ട്വിസ്റ്റ് വന്നത് ഇന്നലെയാണ്. സഖാക്കൾ മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് രംഗത്തിറങ്ങി മമ്മൂട്ടിയെ മഹാനടൻ എന്ന് വിളിച്ച് വാനോളം പുകഴ്ത്തി. പോരാത്തതിന് അദ്ദേഹത്തിന്റെ പരസ്യമായ ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഇതോടെ മമ്മൂട്ടിക്കെതിരെ പോസ്റ്റിട്ട അണികൾ ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഈ മാപ്പ് പറച്ചിൽ സ്വന്തം സൈബർ വിങ്ങിന്റെ നെഞ്ചത്തേറ്റ അടിയാണോ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ മുഴുവൻ ചോദിക്കുന്നത്. മാത്രമല്ല, ക്യാമറ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു നടക്കുന്നവരാണ് ഇത് വിവാദമാക്കിയത് എന്ന മുഖ്യമന്ത്രിയുടെ പരിഹാസം സ്വന്തം പാർട്ടിക്കാരെ തന്നെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. ഈ നീക്കത്തിൽ അമർഷം പൂണ്ട സൈബർ പോരാളികൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ പരോക്ഷമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയെന്ന് ആരോപിക്കുന്ന അർജുനയങ്കി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: പൊതുമധ്യത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ അന്തസ്സിനെ അപമാനിച്ച മുഹമ്മദ് കുട്ടിയോട് വിശാല മനസ്കനായ ആശാൻ ക്ഷമ ചോദിച്ചിരിക്കുന്നു. വിനയം പഠിക്കാൻ മമ്മൂട്ടി മോഹൻലാലിന്റെ അടുത്ത് ട്യൂഷന് പോകണമെന്നും അയങ്കി പരിഹസിച്ചു. മുഖ്യമന്ത്രിയുടെ ഈ മാപ്പ് പറച്ചിൽ പാർട്ടി സെക്രട്ടറിയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണെന്ന വാദമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. വിവാദം തണുപ്പിക്കുവാൻ മമ്മൂട്ടി തന്നെ നേരിട്ട് ജില്ലാ സെക്രട്ടറിയെ വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറഞ്ഞത് എന്തിനാണെന്നാണ് അണികളുടെ ചോദ്യം. ഒരു വശത്ത് മമ്മൂട്ടിയെ വാനോളം പുകഴ്ത്തുന്ന മുഖ്യമന്ത്രിയും മറുവശത്ത് നടനെ വ്യക്തിഹത്യ ചെയ്യുന്ന അണികളും തമ്മിലുള്ള ഈ പോര് CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ മമ്മൂട്ടി ജില്ലാ സെക്രട്ടറിയെ മാറ്റി നിർത്തി എന്നതിനേക്കാൾ വലിയ തർക്കമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ പുകയുന്നത്. മുഖ്യമന്ത്രി മമ്മൂട്ടിക്ക് കൊടുത്ത ഈ മാപ്പ് സഖാക്കൾക്ക് അത്ര പിടിച്ചില്ലെന്നത് വ്യക്തമാണ്. ഈ ആഭ്യന്തര കലഹം എവിടെ പോയി അവസാനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസ് ഡെസ്ക് തത്തുമൈ TV.